എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സ്വർണ്ണവിലയിൽ സമാനതകളില്ലാത്ത ഉയർച്ച താഴ്ചകളാണ് 2026 സാക്ഷ്യം വഹിക്കുന്നത്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയർന്നപ്പോൾ മാസങ്ങൾക്കിപ്പുറം വിപണിയിൽ വൻ ഇടിവാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റക്കുറച്ചിലോടൊപ്പം തന്നെ ഇറക്കുമതി കുറയ്ക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളും വിപണിയിൽ പ്രതിഫലിച്ച 6 മാസമാണ് സ്വർണത്തിന്റെ കാര്യത്തിൽ കടന്നുപോയിരിക്കുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായിട്ടുള്ള പവന് 1,31,160 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് 22 കാരറ്റ് സ്വർണം എത്തിയത് ഈ വർഷം ജനുവരി 29-നായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾക്കൊടുവിൽ ജൂൺ 11 എത്തി നിൽക്കുമ്പോൾ സ്വർണ്ണവില പവന് 1,06,800 രൂപയിലേക്ക് കുത്തനെ ഇടിഞ്ഞു. അതായത് 5 മാസങ്ങൾക്കിപ്പുറം ഒരു പവൻ സ്വർണത്തിന് 24,360 രൂപയുടെ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വില കുറഞ്ഞതെന്ന് പരിശോധിക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ US ഡോളർ ഇതര കറൻസികൾക്കെതിരെ ശക്തമായതാണ് സ്വർണത്തിന് പ്രധാനമായിട്ടും തിരിച്ചടിയായിരിക്കുന്നത്. ഡോളർ ഇൻഡെക്സ് ഉയർന്നതോടുകൂടി നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിൽ നിന്ന് പണം മുടക്കുന്നത് കുറയുകയും പകരം US ബോണ്ടുകളിലേക്കും ഡോളറിലേക്കും പണം മാറ്റുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്തു. കൂടാതെ പണപ്പെരുപ്പ ഭീഷണി നേരിടുവാൻ US റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ ദീർഘകാലം ഉയർന്ന നിലയിൽ തന്നെ നിലനിർത്തിയേക്കുമെന്നുള്ള സൂചനകളും സ്വർണത്തിന്റെ ആകർഷണീയത വർദ്ധിച്ചു. ഇതോടൊപ്പം തന്നെ ജനുവരിയിലെ ഉയർന്ന നിരക്കുകൾക്ക് ശേഷം വൻകിട നിക്ഷേപകർ വ്യാപകമായിട്ട് സ്വർണം വിറ്റ് ലാഭമെടുപ്പ് നടത്തിയതും വില കുത്തനെ ഇടിയുവാൻ കാരണമായി. വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് സ്വർണം വാങ്ങുവാൻ കാത്തിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് ഈ ഒരു സമീപകാല ഇടിവ് വലിയൊരു ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ സ്വർണത്തിന്റെ ഭാവി നാം പരിശോധിക്കുമ്പോൾ സ്വർണ്ണവിലയുടെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റങ്ങളും നിലവിലെ ആഗോള സാഹചര്യവും വിലയിരുത്തുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ ഭാവി ശുഭകരമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇടക്കാലത്തുണ്ടാവുന്ന പെട്ടെന്നുള്ള വിലയിടിവുകൾ വിപണിയിലെ താൽക്കാലിക തിരുത്തലുകൾ മാത്രമാണെന്നാണ് പറയുന്നത്. ഭാവിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുവാൻ പോകുന്ന പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുമാണ് സ്വർണത്തിന് എക്കാലവും കരുത്താകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളും ആഗോള സാമ്പത്തിക മാന്ദ്യ ഭീഷണിയും നിലനിൽക്കുന്നിടത്തോളം കാലം നിക്ഷേപകർ സുരക്ഷിത താവളമെന്ന നിലയിൽ സ്വർണത്തെ കൈവിടുന്നതല്ല. വരും വർഷങ്ങളിൽ ലോകത്തെ പ്രമുഖ ബാങ്കുകൾ പ്രത്യേകിച്ച് ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായിട്ട് സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടരുമെന്നാണ് സൂചനകൾ വരുന്നത്. അതായത് വരും മാസങ്ങളിൽ ചിലപ്പോൾ വില കുറവുകളും ചാഞ്ചാട്ടങ്ങളും ഉണ്ടാകുമെങ്കിലും ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ മൂല്യം ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ വില കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യം സ്വർണം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ദീർഘകാല നിക്ഷേപകർക്കും മികച്ചൊരു അവസരമാണ് നൽകുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.